നമസ്കാരം. പ്രധാന വാർത്തകൾ. സംഘി ചാൻസലർ വാപ്പസ് ജാവോ, ക്യാമ്പസ് കവാടത്തിലെ SFI ബാനറുകൾ ഉടൻ മാറ്റണം, ഗവർണർ. തലസ്ഥാന ജില്ലയിൽ വ്യാപക മഴ. മുഖ്യമന്ത്രിയെ തടഞ്ഞാൽ എല്ലാ മറുപടിയും അന്ന് തരാം, വെല്ലുവിളിയും തെറിപ്രയോഗവുമായി സുരക്ഷാ ഉദ്യോഗസ്ഥൻ. വാർത്തകൾ വിശദമായി. SFI ബാനർ മാറ്റാൻ നിർദ്ദേശം നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ബാനറുകൾ നീക്കം ചെയ്യാനാണ് ഗവർണർ കർശന നിർദ്ദേശം നൽകിയത്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി വന്നാണ് നിർദ്ദേശം നൽകിയത്. SFIയുടെ ചാൻസലർ ഗോ ബാക്ക് ബാനറുകളും ബോർഡുകളും മാറ്റാൻ നിർദ്ദേശം നൽകി. സംഘി ചാൻസലർ വാപ്പസ് ജാ എന്നും SFI ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. ഗവർണർ RSS നേതാവാണെന്നും SFI വിമർശിച്ചു. മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം, സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്നെഴുതിയ കറുത്ത ബാനറുകളും ഉയർത്തിയിട്ടുണ്ട്. തലസ്ഥാന ജില്ലയിൽ വ്യാപക മഴ. നഗരമേഖലകളിലും ഉൾമേഖലകളിലുമെല്ലാം തന്നെ മഴയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ശക്തി അല്പം കുറഞ്ഞെങ്കിലും ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഒരിടത്തും വെള്ളം കയറിയതായി റിപ്പോർട്ടില്ല. ശ്രീലങ്കയ്ക്ക് സമീപമായി രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴിയാണ് തലസ്ഥാനത്തെ തോരാമഴയ്ക്ക് കാരണം. മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ. ഫേസ്ബുക്കിലാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിയുള്ള MS ഗോപികൃഷ്ണന്റെ വെല്ലുവിളി. മുഖ്യമന്ത്രിയെ തടഞ്ഞാൽ എല്ലാ മറുപടിയും അന്ന് തരാമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. തിരുവനന്തപുരം കടക്കൽ പ്രദേശത്തെ പൊതുപ്രവർത്തകൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവരാവകാശം തേടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളിയും തെറിപ്രയോഗവും. കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിയും വെല്ലുവിളിയുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുഴക്കിയത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് വാഹനം തടഞ്ഞാൽ എല്ലാ മറുപടിയും അന്ന് തരാമെന്നാണ് വെല്ലുവിളിച്ചത്. അതേസമയം നവകേരള സദസ്സ് നടക്കുന്ന വേദിക്ക് സമീപം കറുത്ത ബലൂൺ ഉയർത്തി യൂത്ത് കോൺഗ്രസ്. പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിലെ പരിപാടി നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിന് സമീപത്താണ് പ്രതിഷേധ സൂചകമായി ബലൂൺ പറത്തിയത്. പലയിടത്തും കരിങ്കൊടിയുമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസും CPIM-ഉം DYFI പ്രവർത്തകരും തല്ലിച്ചതയ്ക്കുന്ന സ്ഥിതിയുണ്ടായി. പ്രതിപക്ഷം എന്തിനാണ് നവകേരള സദസ്സ് ബഹിഷ്കരിച്ചത് എന്ന് മനസ്സിലായിട്ടില്ലെന്നായിരുന്നു പ്രതിഷേധങ്ങളോട് ആറന്മുളയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.